ചെറുപ്പക്കാരൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാണ്, വാപ്പാക്ക് വല്ല കടമയും മക്കളോട് ഉണ്ടോ അമീറുൽ മുഅ്മിനീൻ? ഹല്ലിൽ ഇബ്നി അലൽ വാലിദി ഹഖ്ഖുൻ, മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുമുണ്ടോ? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഉണ്ട് മോനെ. എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. കാസർഗോഡ് വളയം മക്കാമിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഉമ്മമാരെ, പഠിച്ചു വെക്കണേ. വർഷങ്ങൾക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് സ്വന്തം മകനെ കുറിച്ച് പരാതിപ്പെടാൻ വേണ്ടി വന്നപ്പോ ആ മകനതാ വാപ്പയ്ക്ക് വല്ല കടമയുണ്ട് എന്ന് ചോദിക്കുമ്പോ മാതാപിതാക്കളുടെ കടമകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് വിശദീകരിക്കുകയാ. ഒന്നാമതായി പറയുകയാണ്, അയ്യുഹസ്സിന ഇസ്മഹു, നല്ല പേര് മകനിട്ട് നൽകണേ. ഒന്നാമതായി പറയുന്ന ഷർത്താണ്, നല്ല പേര് മകനിട്ട് നൽകൽ നിർബന്ധമാണ്. അയ്യസ്തൻജിബ ഉമ്മഹു, അവന്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അഥവാ കുട്ടിയെ ലക്ഷ്യം വെക്കുന്നതിന് മുമ്പായി അവരുടെ വിവാഹം കഴിക്കാൻ വേണ്ടി നീ തുനിയുമ്പോ അവളെ നീ തിരഞ്ഞെടുക്കണേ. സാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കൽ നിർബന്ധമാണ്. തീർന്നില്ല. മൂന്നാമതായി പറയുന്നു, വഅയ്യുഅല്ലിമഹുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഈ 3 കടമകളും കർത്തവ്യങ്ങളും കുട്ടി കേട്ടിട്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനേ, കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തങ്ങളെ കിടുകിടാ വിറപ്പിച്ചതാകുന്ന ഉമർ എന്നവരെ, ഇന്ന അബീ ഹാദാ യഉഖുനി, എന്റെ വാപ്പയാണ് എന്നെ കുറിച്ച് പരാതിപ്പെടാൻ വന്നത് എങ്കിൽ ഈ കടമകളും കർത്തവ്യങ്ങളും കേട്ടപ്പോ എനിക്ക് വാപ്പയെ കുറിച്ച് പരാതിപ്പെടാനുണ്ട്. ഈ വാപ്പയാണ് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞതാകുന്ന 3 കടമകളും എന്റെ വാപ്പ എന്നോട് പൂർത്തീകരിച്ചിട്ടില്ല. മസ്തൻജബ ഉമ്മീ, എന്റെ വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല. ഇസ്തറാഹ ബി 400 ദറാഹിമ, ഉക്കാദ ചന്തയിൽ നിന്ന് 400 ദിർഹമിന് അടിമച്ചന്തയിൽ നിന്ന് എന്റെ ഉമ്മയെ വാങ്ങിയതാണ്. അടിമ സ്ത്രീയായ പെണ്ണാണ്, അവളുമായിട്ടാണ് ഭോഗിച്ച് അതിലൂടെയാണ് ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്റെ വാപ്പ ഒരു ദീനീയത്താകുന്ന മതബോധമുള്ള പെണ്ണിനെ എന്റെ വാപ്പ തെരഞ്ഞെടുത്തിട്ടേ ഇല്ല. പഠിച്ചു വെക്കുന്ന പാഠമാണ്. കാസർഗോഡുള്ള യുവാക്കളെ, ചെറുപ്പക്കാരെ, പഠിച്ചു വെക്കേണ്ടതാകുന്ന കാര്യമാണ്. നിങ്ങൾ വിവാഹം കഴിക്കുന്ന വേളയിൽ സമ്പത്ത് നോക്കിയിട്ട് വിവാഹം ചെയ്യരുതേ. തറവാട് നോക്കിക്കൊണ്ട് വിവാഹം ചെയ്യരുതേ. കുടുംബമഹിമയും കുലമഹിമയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കരുതേ. ഫളഫർ ബിദാതി ദീനുള്ള മതബോധമുള്ള മതനിഷ്ഠയുള്ള തഖ്വയുള്ള നമസ്കാരമുള്ള ദീനീ ചിട്ടയിൽ ജീവിക്കുന്നതായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണേ, വിവാഹം ചെയ്യണേ. മതബോധമുള്ള മതനിഷ്ഠയുള്ള തഖ്വയുള്ള പെണ്ണിനെ വിവാഹം ചെയ്താൽ അതിലൂടെ ഉണ്ടാകുന്ന മക്കൾ സ്വാലിഹീങ്ങളായി തീരുമേ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കുട്ടി വിളിച്ചു പറയുകയാണ്, മസ്തൻജബ ഉമ്മീ, വാപ്പ എന്നോടുള്ള കടമ പൂർത്തീകരിച്ചിട്ടില്ല അമീറേ. എന്നെ വാപ്പ എന്നെ ഉമ്മയെ തിരഞ്ഞെടുത്തത്
കമ്പോളച്ചരക്കായി, കച്ചവടച്ചരക്കായി കമ്പോളത്തിലിട്ടുകൊണ്ട് പരിപൂർണമായി കച്ചവടം നടക്കുന്ന വേളയിലാണ് മുക്കാല ചന്തയിൽ നിന്ന്, അടിമച്ചന്തയിൽ നിന്നാണ് എൻ്റെ ഉമ്മയെ വാങ്ങിയിട്ടുള്ളത്. 400 ദിർഹമിനാണ് എൻ്റെ ഉമ്മയെ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കടമ എന്നോട് വീഴ്ച വരുത്തിയവരാണ് വാപ്പാ. തീർന്നില്ല. എൻ്റെ പേര് നന്നാക്കിയിട്ടില്ല ഉമർ എന്നവരെ. മഹസന ഇസ്മീ, എനിക്ക് നല്ല ഒരു പേര് പോലും എന്നെ വാപ്പ വെച്ച് തന്നിട്ടില്ല. സമ്മാനി ജുഅല, എന്നെ വാപ്പ എനിക്ക് വെച്ചുള്ള പേര് ജുഅല എന്നാണ്. ജുഅല എന്ന് പറഞ്ഞാൽ അർത്ഥം മലയാളത്തിൽ കരിവണ്ടി എന്നാണ്. ഈ അർത്ഥം വരുന്ന പേരാണ് എന്നെ വാപ്പ എനിക്ക് ചാർത്തിയിട്ടുള്ളത്. വാപ്പ എന്നോടുള്ള കടമ രണ്ടാമതായും പൂർത്തീകരിച്ചിട്ടില്ല. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, അമീറുൽ മുഅ്മിനീനേ വമാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും എന്നെ വാപ്പ എനിക്ക് ഓതി തന്നിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. പഠിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് പോലും വാപ്പ പറഞ്ഞയച്ചിട്ടില്ല. പിന്നെങ്ങനാണ് വാപ്പയോടുള്ള കടമ ഞാൻ പൂർത്തീകരിക്കുക? അമീറേ എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാപ്പയുടെ നേർക്ക് തിരിയുകയാണ്. ഫൽതഫത ഇലാ അബീഹി, അദ്ദേഹത്തിന്റെ വാപ്പയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് മുഖം ചുവപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇലൈക അന്നീ, എന്നെ തൊട്ട് മാറി നിൽക്കടാ. അന്നക ഖുൽത അന്ന ഇബ്നക ഖദ് യഅഖുക, നീ എന്നോട് പറഞ്ഞത് നിന്റെ മകനാണ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, അവൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവൻ കുരുത്തം കെട്ട മകനാണ് എന്ന് എന്നോട് പരാതിപ്പെട്ടവനല്ലേ. പക്ഷേ വഖദ് അഖഖതഹു ഖബ്ല ദാലിക, കാര്യം ഞാൻ മനസ്സിലാക്കിയപ്പോ വാപ്പയാകുന്ന നീ അവനോട് അതിനു മുമ്പ് തന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അവനോടുള്ള കടമകളും കർത്തവ്യങ്ങളും പൂർത്തീകരിക്കാത്തവനാണ് നീ. അതുകൊണ്ട് പരാതി എന്നോട് പറയണ്ട, മാറിപ്പോകടാ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പഠിച്ചു വെക്കേണ്ട ചരിത്രമാണ് ഈ പറഞ്ഞത്. കാരണം മക്കളിങ്ങനെ കുറ്റം പറയുന്ന രക്ഷിതാക്കളുണ്ട്. ഉസ്താദ് ഇവനൊന്നും പഠിക്കുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. ഇവൻ എന്ത് പഠിപ്പിച്ചു? ഇവൻ അതിനുള്ളൊരു സാഹചര്യം നീ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? മക്കളെ പിഴച്ചു പോകാനുള്ള സൗകര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്ത്, മൊബൈലിൽ നല്ലതുപോലെ സൗകര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിനുള്ളിൽ എത്തിയിരിക്കാൻ നിങ്ങളല്ലേ ഇതെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തത്. എന്നിട്ട് പിന്നെ കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ നല്ല ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്ത് ഗെയിം കളിക്കാനുള്ള സൗകര്യത്തിനും പാകത്തിനും റൂമുകൾ സജ്ജീകരിച്ചു കൊടുത്ത് ആ റൂമിൽ തന്നെ അവൻ ഇരിക്കാൻ മണിക്കൂറുകളായി, ദിവസങ്ങളായി, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രം ഒന്ന് ഇറങ്ങും, കഴിച്ചു വീണ്ടും റൂമിൽ കയറിയിരിക്കും. ഇവൻ ഈ ഒറ്റപ്പെട്ടതാകുന്ന ഇരുത്തം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവനെ ഒന്ന് ഉപദേശിക്കാനും ഗുണദോഷിക്കാനും ഇവന് വേണ്ടുന്ന രീതിയിൽ ഒരു ആത്മീയമാകുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കാനും നിങ്ങൾ തയ്യാറായില്ല. ഇപ്പൊ സ്കൂൾ അവധി സമയമായിരുന്നു, വെക്കേഷൻ സമയമാണ് ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്നത്. 2 മാസം വേനലവധി സമയം മക്കൾക്ക് എന്ത് നൽകി രക്ഷിതാക്കൾ? എന്ത് കൊടുത്തു? വേണമെങ്കിൽ എയർ കണ്ടീഷൻ കൂടി ഫിറ്റ് ചെയ്ത് കാണും, ഒരു AC കൂടി ഫിറ്റ് ചെയ്ത് വീട്ടിനുള്ളിൽ തന്നെ ഇരുത്തി. അതപ്പോൾ ഉണ്ടായത് എന്തെങ്കിലും മാറ്റം മക്കൾക്കുണ്ടാകും. ഈ 2 മാസം കൊണ്ട് അവൻ ജുമുഅ ജമാഅത്തുകൾ കറക്റ്റായിരുന്നു. എത്ര രക്ഷിതാക്കൾക്ക് പറയാൻ പറ്റും? ഒരൊറ്റ വക്കത്ത് നിസ്കാരം മുടക്കിയിട്ടില്ല ഉസ്താദെ. സുബഹിക്ക് വരും, ളുഹർ അസ്ർ മഗ്രിബ് ഒക്കെ കറക്റ്റായിരുന്നു. ഈ വെക്കേഷൻ സമയത്ത് അവൻ കറക്റ്റായിരുന്നു. എന്തെങ്കിലും ഗുണമുള്ള ഒരു കാര്യം പഠിച്ചിട്ടുണ്ടോ? ഭൗതികമോ ആത്മീയോ എന്തെങ്കിലും? ഡ്രൈവിങ് നല്ല കുട്ടികൾക്ക്, പ്രായപൂർത്തിയെത്തിയ കുട്ടികൾക്കൊക്കെ ഡ്രൈവിംഗ് പരിശീലനം കൊടുത്തോ? എത്ര പേര് കൊടുത്തിട്ടുണ്ട്? നീന്തൽ പരിശീലനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചതാണ്. ആണുങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാകുന്ന വിഷയങ്ങളിൽ പെട്ടതാണ് നീന്തൽ പരിശീലനം. ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾ കൊടുക്കുക. 24 മണിക്കൂറും ഖുർആനുമായിട്ട് ഇരുത്താൻ മാത്രമല്ല ഇസ്ലാം പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത്.
കുട്ടികൾക്ക് അത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാം. കായിക അഭ്യാസം, അവരുടെ ശരീരം ഒരു മെയ്വഴക്കം വരട്ടെ. ഇതുള്ള ചിക്കനും 65ഉം കുഴിമന്തിയും കിഴി പൊറോട്ടയൊക്കെ അടിച്ചിട്ട് ഒരു കോലത്തിലിരിക്കുകയാണ്, ഒന്ന് കുനിയാൻ പോലും വേറെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആകെ കുനിഞ്ഞുകൊണ്ടിരുന്നത് ഒതു എടുക്കുന്ന സമയത്താണ്. ഇപ്പം അതുമില്ല. ഇപ്പോൾ പള്ളി ചെന്ന് കഴിഞ്ഞാൽ മുകളിൽ ഇവിടെ തിരിക്കുമ്പോൾ താഴെ കൂടെ വെള്ളം വരികയാണ്. തജിരി മിൻ താഴ്ത്തിയാൽ അന്നഹാറു എന്ന് പറഞ്ഞാൽ കീഴേ കൂടെ വെള്ളം ഒഴുകുന്ന പരിപാടിയാണ്. സ്വർഗത്തിലെ സിസ്റ്റം ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടെ തിരിക്കുമ്പോൾ താഴെ കൂടെ വെള്ളം ചീറ്റാണ്. മുമ്പ് എങ്ങനെയാ, അവിടെയെങ്കിലും ഒന്ന് കുനിഞ്ഞിട്ടൊന്ന് വിരലൊക്കെ ഒന്ന് കൈകൊണ്ടെന്തെങ്കിലും ഒന്ന് തേച്ചൊരച്ച് കഴുകുമായിരുന്നു. ഇപ്പോൾ ആ കുനിയൽ കൂടിയില്ല. ആകെ കൂടി കൊളസ്ട്രോൾ ബാധിച്ചിരിക്കുക. ഈ വെക്കേഷൻ സമയത്തെന്നാൽ അവനൊരു കായികാഭ്യാസം, എന്തെങ്കിലും ഒരു മെയ്വഴക്കത്തിന് വേണ്ടി അതെങ്കിലും പഠിപ്പിക്കാൻ വിട്ടോ? ഒന്നിനും വിട്ടില്ല. നീന്തൽ പരിശീലനം കൊടുത്തില്ല. സ്ത്രീകൾക്ക് നല്ല തയ്യൽ പരിശീലനം, നബിതങ്ങൾ പഠിപ്പിച്ചതാണ് തയ്യൽ പരിശീലനം. തയ്യൽ പഠിപ്പിക്കണം സ്ത്രീകളെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുന്നത്താണത്, സുന്നത്താക്കിയിട്ടുള്ളതാണ്, നബിതങ്ങൾ പറഞ്ഞതാണ്. ആണുങ്ങൾ അമ്പെയ്ത്ത് പരിശീലനം നബിതങ്ങൾ പറഞ്ഞതാണ്. അതിനാണ് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ കായികാഭ്യാസം പഠിപ്പിക്കുക. ആരെ അടിക്കാനിതൊന്നുമല്ല. കായികാഭ്യാസം നല്ല രീതിയിൽ പഠിച്ചവന് ക്ഷമ അധികരിക്കുമെന്നാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നല്ലതുപോലെ കായികാഭ്യാസം ശീലിച്ചിട്ടുള്ള ഒരാളെ അടിക്കൂല, അറിയില്ലേ? ഒന്നും അറിയാത്തവനാണ് എപ്പോഴും 10 പേരുടെ മുന്നിൽ കിടന്ന് ജാട കാണിക്കുന്നത്. ഒരൊറ്റ അടി കൊടുക്കുമ്പോൾ തീരും, സോക്കേട് തീരുകയും ചെയ്യും. ആൾക്കാരുടെ മുന്നിൽ കിടന്ന് കോഴ്സ് കാണിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ഒന്നും അറിയാത്ത, ഒരടവും അറിയാത്തവനാണ്. നല്ലതുപോലെ പണി പഠിച്ചിട്ടുള്ള ഒരുത്തനും ആളുകളുടെ മുന്നിൽ കിടന്ന് കോഴ്സ് കാണിക്കൂല. അവന് ഭയങ്കര ക്ഷമയായിരിക്കും. കാരണം അവനെ ക്ഷമ പഠിപ്പിക്കാനാണ് ഈ കായികാഭ്യാസത്തിലൂടെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അവൻ നല്ല ക്ഷമാശീലനാക്കാൻ, സഹനശീലനുള്ളവനാകാൻ, അവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ, ഈ ഉറക്കം തൂങ്ങിയതാകുന്ന മക്കളിൽ നിന്ന് മാറി നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ വെക്കേഷൻ സമയം ഉപകരിക്കുമായിരുന്നു. നമ്മൾ എന്തിനു ഉപകരിപ്പിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേണ്ട, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പായിട്ട് 70,000 തഹ്ലീൽ ചൊല്ലി തീർക്കണമെന്നാണ്. 70,000 തഹ്ലീൽ അവനവന് സ്വന്തത്തിന് വേണ്ടി. മരണപ്പെട്ടവർക്ക് വേണ്ടി ചെല്ലുന്നത് വേറെ, വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, സഹോദരൻ മരിച്ചു, അവർക്ക് വേണ്ടി ചെല്ലുന്നത് വേറെ. അതല്ലാതെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം മരിക്കുന്നതിന് മുമ്പായി. ഏറ്റവും ചുരുങ്ങിയത് ഒരു 70,000 തഹ്ലീലെങ്കിലും എത്ര പേര് ചൊല്ലി തീർത്തു ഈ വെക്കേഷൻ സമയത്ത്? അങ്ങനെയെങ്കിലും സമയം ചെലവഴിക്കാം. അതിനുവേണ്ടി വല്ലതും മാറ്റിവെച്ചോ? 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് എങ്കിലും ഓതിയാൽ അവന്റെ ഖബർ ജീവിതത്തിൽ നിന്ന് സംരക്ഷണം കിട്ടുമെന്നാണ്. സ്വന്തമായി ഒരു സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 ചൊല്ലി തീർക്കാൻ ഈ വെക്കേഷൻ സമയം നമ്മൾ മാറ്റിവെച്ചോ? കുട്ടികൾക്ക് അവധി ഉണ്ടായിരുന്നു, വേനലവധി, വെറുതെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രായമുള്ളതാകുന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നിത്യരോഗികളായ ആളുകൾ. ഇപ്പോൾ കൊറോണ ഒന്നും അല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഉറൂസ് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം അടച്ചു പൂട്ടി. മാർച്ച് 23 ലോക്ക്ഡൗണിലേക്ക് പോയി, അല്ലേ? മുമ്പത്തെ ഉറൂസ് 5 വർഷം മുമ്പുള്ള കഥ പറയാൻ. മുമ്പത്തെ ഉറൂസ് കഴിഞ്ഞോടുകൂടി ഫുള്ള് ലോക്ക്ഡൗണിലേക്ക് പോയി. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും ബന്ധങ്ങൾ പുതുക്കുക. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് എത്ര പേര് ബന്ധങ്ങൾ പുതുക്കുന്നുണ്ട്? നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, രോഗികളായ ആളുകളെ, പ്രായമുള്ളതാകുന്ന ആളുകളെയൊക്കെ ഒന്ന് കാണാൻ ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ മാറ്റിവെച്ചോ? ചിന്തിക്കുക. ഇനി അതൊന്നുമല്ല, പൈസ കുറച്ച് കൂടുതലുണ്ട്, എന്നാ പരിശുദ്ധമായ ഒരു ഉംറ ചെയ്ത് കളയാം. കുടുംബവുമായി ഒന്നിച്ച് ഭാര്യ മക്കളെ ചേർത്തിട്ട് ഒരു ഉംറയ്ക്ക് വേണ്ടി പോകാൻ പറ്റിയവർ എത്ര പേർ? അങ്ങനെ ചിന്തിച്ചവർ എത്ര പേർ? ഇനി അത്ര ദീർഘമായ യാത്രയ്ക്ക് പറ്റൂല. നാട്ടിൽ തന്നെ നമ്മുടെ കേരളക്കരയിലുള്ള, നമ്മുടെ ജില്ലയിലുള്ള പരിസരങ്ങളിലുള്ളതാകുന്ന വലിയ വലിയ മക്കാമുകളിൽ ഇൻഷാ അല്ലാഹ് 1-2 ദിവസങ്ങൾ കൊണ്ട് സിയാറത്ത് ചെയ്യാം. അങ്ങനെ ഉള്ളാളത്തേക്കും പരിസര മക്കാമുകളിലേക്കൊക്കെ ഒന്ന് സിയാറത്ത് സംഘടിപ്പിച്ച് അങ്ങനെ കുടുംബങ്ങളുമായി ചേർന്നുകൊണ്ടൊരു സന്തോഷയാത്ര പോയവർ എത്ര പേരുണ്ട്? നമ്മളിതൊന്നും ചെയ്തില്ല. വെക്കേഷൻ കഴിഞ്ഞ് ഒരു നന്മയില്ല. അതാ ഞാൻ പറഞ്ഞത്. കുടുംബ ബന്ധം ചേർത്തിട്ടില്ല, അയൽപക്ക ബന്ധം ചേർത്തിട്ടില്ല, സാമൂഹ്യ ബന്ധങ്ങളില്ല. മക്കളും കുടുംബങ്ങളുമായി ഒരുമിച്ചിരുന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന ഒരു ശീലം അങ്ങനെയുണ്ട്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എന്നെ ഒരു സഹോദരൻ കാണിച്ചു. മാഷാ അല്ലാഹ്, വാപ്പ ഒരു ആയത്ത് ഓതുന്നു, മകൻ അതിൻ്റെ അടുത്ത ആയത്ത് ഓതുന്നു, മകൾ അതിനടുത്ത ആയത്ത് ഓതുന്നു, അങ്ങനെ ഉമ്മ അതിൻ്റെ അടുത്ത ആയത്ത്. വീട്ടിലിരുന്നോട്ട് ഇങ്ങനെ ഓതുകയാണ്. നമ്മളിത് സമൂഹ മാധ്യമങ്ങൾ പങ്കുവെക്കാനല്ല ഞാൻ ഈ പറയുന്നത്. അല്ലാതെ അങ്ങനെ ഒരു ശീലമെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടോ? അപ്പോൾ ഒരായത്ത് ഓതുകയാണ്, ഫാത്തിഹ തന്നെ ആയിക്കോട്ടെ, അപ്പോൾ മകനെ ഓതുന്നു. അപ്പോൾ നമ്മളെക്കാൾ ഓത്ത് പഠിച്ചിട്ടുള്ള മക്കൾ ആരെങ്കിലും ഉണ്ട്, അവർ വാപ്പാട് പറയും അപ്പോൾ അങ്ങനെയല്ല, അവിടെ അയിന് ഉച്ചരിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളൊന്ന് തിരുത്തി തരിക, അല്ലെ മക്കൾക്ക് അങ്ങോട്ടൊന്ന് തിരുത്തി കൊടുക്കുക. അങ്ങനെ ഒരു ഖുർആനിൻ്റെതാകുന്ന ഒരു വീടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഓരോരുത്തരും ഇങ്ങനെ ഒന്ന് ഒരുമിച്ചിരുന്നു കൊണ്ട് ഓതുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനി ഒരുമിച്ച് വേണ്ട, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഓതുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ?
നമ്മൾ എന്താ ചെയ്തത്? അല്ലെങ്കിൽ മഗ്രിബിന് തൊട്ട് മുമ്പിരുന്ന് പണ്ടൊക്കെ നമ്മൾ ചെയ്തു തരുന്ന പോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ ഒരു 10 മിനിറ്റെങ്കിലും ഭാര്യ മക്കളെയൊക്കെ ചേർത്തിട്ട് ഒരുമിച്ചിരുന്ന് ചൊല്ലിയിട്ടുണ്ടോ? ഇതൊന്നും ചൊല്ലിയില്ല. പിന്നെ എങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ മുഅ്മിനാന്ന് പറഞ്ഞ് നിൽക്കുന്നത്? എന്ത് ചെയ്തിട്ടാണ്? എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ ഫീ കുല്ലി യൗമിൻ ഗുഫിറ ലഹു. ആരെങ്കിലും എല്ലാ ദിവസവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ചൊല്ലിയോ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി 100 ചൊല്ലിയാൽ മതി, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. ഹദീസാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ഫഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. 2 ചെറിയ വചനങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വചനമാണ്. നാവിന്മേൽ കനമില്ലാത്തതും എന്നാൽ നാളെ നന്മ തിന്മകൾ തൂക്കുന്നതായ തുലാസിൽ നന്മകളുടെ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്ന ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ ദിക്റാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ദിക്റാണ്. നാളെ നന്മയുടെ തുലാസിൽ ഭാരമുണ്ടാവുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ആരെങ്കിലും ചെല്ലുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും കൂടുതലായി വർദ്ധിപ്പിക്കുന്നുണ്ടോ? വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ സമയങ്ങളിൽ ദുൽഖഅദ ദുൽഹിജ്ജ മാസങ്ങളിലാണ് നമ്മൾക്ക് വരുന്നത്. എത്ര പേര് ഇതൊക്കെ ഗൗനിച്ചവരുണ്ട്? അത് ഞാൻ പറഞ്ഞത്, ഈ വെക്കേഷനൊക്കെ വെറുതെ കളിച്ചും രസിച്ചും നമ്മളിങ്ങനെ കളഞ്ഞു, ഒരു കാര്യമാക്കിയിട്ടില്ല. മദ്രസയിൽ നിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ഉസ്താദുമാർ. അത് കൃത്യമായി പ്രാക്ടിക്കലാക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഉമ്മ മകളെ ഇമാമത്ത് നിർത്തണം. മോളോട് പറയണം, നീ നിൽക്ക്, നിസ്കരിക്കുക, മഗ്രിബ് നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം, എന്നിട്ട് ഒരുമിച്ച് ഒളു എടുത്തിട്ട് വന്ന് നിസ്കരിക്കാം. അവൾ ഒളു എടുക്കുന്ന ഒളു കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കൈകാലുകളൊക്കെ നല്ല കറക്റ്റായിട്ട് കഴുകുന്നുണ്ടോ, എങ്ങനെയുണ്ട്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എടാ, മദ്രസയിൽ ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വൃത്തിയായിട്ട് പ്രാക്ടിക്കലാക്കി നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കണം. വാപ്പായും ഉമ്മായും ചെറുപ്പത്തിലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ശീലം തന്നെ അങ്ങനെ തന്നെ പോരും. കാല് ചെറുപ്പത്തിൽ നേരെ ചൊവ്വ കഴുകാത്ത കുട്ടി അവന് 50 വയസ്സ് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ട്, അങ്ങനെ തന്നെ കഴുകുള്ളൂ. അവൻ വൃത്തിയായിട്ട് കഴുകൂല, കണങ്കാലും കൊണ്ട് കയറ്റി കഴുകൂല. കൈകാലുകളെ കയറ്റി കഴുകുന്ന ആളുകൾക്ക് ഹുറം മുഹജ്ജിലീൻ എന്നാ പറയാ. നാളെ വെളുത്ത ഭാഗമായിട്ട് ഇരിക്കും ആ ഭാഗങ്ങൾ. അവരെ പ്രത്യേകം അല്ലാഹു വിളിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട്, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഹ്ശറിൽ വിചാരണ ചെയ്യുന്ന സമയത്ത് അല്ലാഹു കൈകാലുകൾ വെളുത്തതായ ഖുർറം മുഹജ്ജിരീങ്ങളെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. സ്വർഗത്തിന്റെ വാതാനങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല, ചെറിയ കാര്യങ്ങൾ കൊണ്ട് സ്വർഗം വാതിൽ തുറക്കും. ചെറിയ നന്മകൾ കൊണ്ട് തന്നെ അള്ളാഹു സ്വർഗം തരും. അത് നിത്യമാക്കണം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. ചെറിയ അമൽ നിത്യമായി ചെയ്യുകയാണ്. വളരെ കുറഞ്ഞ അമലേ ഉള്ളെങ്കിലും അള്ളാഹു വലിയ ഇഷ്ടമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. കുറച്ച് കാര്യങ്ങളെ നിന്റെ ജീവിതത്തിലുള്ളൂ, പക്ഷെ അത് മുടങ്ങൂല. എല്ലാ ദിവസവും 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 ഇസ്തിഗ്ഫാർ, 100 ലാ ഹൗല, അങ്ങനെ തുടങ്ങിയ കുറഞ്ഞ അദ്കാറുകളേ ഉള്ളൂ. എല്ലാ ദിവസവും ചെയ്യും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 എണ്ണം. അങ്ങനെ ഡെയിലി 5 വഖത്ത് നിസ്കാരം, അതിൻ്റെതാകുന്ന റവാത്തിബ് സുന്നത്തുകൾ ഒക്കെ കറക്റ്റാണ്. നിനക്ക് രക്ഷപ്പെടാൻ അത് മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മുടക്കരുത്, അത് നിത്യമായി കൊണ്ടുവരണം. അള്ളാഹു വലിയ ഇഷ്ടമാണത്. ഹബീബായ റസൂലുള്ളാഹി, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല ഷഫീഉനാ റസൂലുള്ളാഹി.
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന കാര്യം കുറഞ്ഞ അമലേ ഉള്ളതെങ്കിലും അത് നിത്യമായി ചെയ്യലാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുടങ്ങാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു വരണം. ഒരു ദിവസം പോലും മുടക്കം വരാൻ പാടില്ല. നന്മയാർന്ന പ്രവർത്തനങ്ങൾ വരണം. അത് വാപ്പായിൽ നിന്ന് ഉമ്മായിൽ നിന്ന് കണ്ടിട്ടാണ് ഇത് വളരുക. അതിന് വാപ്പായി ഉമ്മായി ചെറുപ്പത്തിലേ തന്നെ നല്ല ദാക്കിരീങ്ങളാകണം, എങ്കിൽ രക്ഷപ്പെട്ടു. വദാകിരീന അല്ലാഹ കസീറാ വദാകിറാത്ത് അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ അള്ളാഹുവിനെ സ്മരിക്കുകയും ദിക്ർ ചൊല്ലുകയും ചെയ്തതായ ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, വിശ്വാസിനികളുണ്ടോ, ഉന്നതമായ സ്ഥാനമാണ് അള്ളാഹു നൽകുക. പാപമോചനം ഉറപ്പാണ്, ഉറപ്പാണ്. അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. എപ്പോഴും നല്ല ദിക്ർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ പഴയ കാല വാപ്പാ ഉമ്മാക്കൊന്ന് ചിന്തിച്ചു നോക്ക്. അവർക്കൊക്കെ സ്വന്തമായി മുസഹഫുണ്ട്. ഇന്നിപ്പോൾ ഇരിക്കുന്ന നമ്മളിൽ എത്ര പേര് നമുക്ക് സ്വന്തമായി മുസഹഫുണ്ട്? ചിന്തിക്ക്. നമ്മൾ പറയും നമ്മുടെ മുസഹഫല്ല നമ്മുടെയാണെന്നാ പറയുന്നത്. വീട്ടിലുള്ള എല്ലാ മുസഹഫും അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. എൻ്റെ മുസഹഫ് എന്ന് പറയാൻ അവനവന് സ്വന്തമായ ഒരു മുസഹഫ് ഉണ്ടോ എന്നുള്ളതാണ്. നിന്റെ യാത്രാവേളകൾ, ഞാനിപ്പോൾ ഇന്നിങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോൾ ഒരാൾ അദ്ദേഹം ഒരു മുസഹഫ് കയ്യിൽ വെച്ചുകൊണ്ട് ഓതുന്നു. വന്ദേ ഭാരത് ട്രെയിനിലിരുന്നിട്ട് വലിയ മുസഹഫ കയ്യിൽ പിടിച്ചിട്ട് ഓതുകയാണ്. നമ്മളൊക്കെ യാത്രാവേളയിൽ അങ്ങനെ ഒരു മുസഹഫ് കൊണ്ടുപോകാൻ തന്നെ മടിക്കും. എന്തിനാ ഇപ്പം അത് മൊബൈലുണ്ടല്ലോ എന്ന് ഓർക്കും. മുസഹഫ് തുറന്നു വെച്ചാൽ നല്ല വൃത്തിക്കിരുന്ന് ഓതുകയാണ്. ഒച്ചപ്പാടൊന്നുമില്ല, പതുക്കെ സാവധാനത്തിൽ, ആരെയും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. നമ്മൾ ഉംറയ്ക്ക് പോയാൽ പോലും അല്ലാഹ് മുസഹഫില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അച്ചാർ എടുക്കാൻ പറഞ്ഞിട്ടില്ല. ചെമ്മീൻ ചമ്മന്തി വാങ്ങിച്ചിട്ട് 1.5 കിലോ വാങ്ങിച്ചിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സേ മുഴുവൻ ചെമ്മീൻ ചമ്മന്തി പൊടിയാണ്. റോക്കേട് കയറും. ഹാജിയാർ തവാഫ് ചെയ്യുന്ന വേളയിൽ നോക്കുമ്പോൾ ചെമ്മീൻ ഇരിക്കുന്നു റൗണ്ട് ചെയ്തിട്ട് തുണിക്കകത്ത് മുഴുവൻ. അല്ലാഹു മുളക്കാക്കട്ടെ. നമ്മൾ അതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. തഖ്വ മുറുകെ പിടിക്കുന്ന ഒന്നും നമ്മൾ കൊണ്ട് നടക്കാറില്ല. നമുക്ക് എൻ്റെ മുസഹഫ് എന്ന് പറയാൻ എത്ര പേരുടെ കയ്യിൽ മുസഹഫ് ഉണ്ട്? ഓതലുണ്ടോ? മുസഹഫുള്ള ആളുകൾ തന്നെ ഉണ്ടാവാം. എത്ര പേര് ഓതുന്നുണ്ട്? ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതുന്നവരുണ്ടോ? യാസീൻ പോലും ഡെയിലി ഓതാത്ത ആളുകൾ ഇന്നത്തെ തലമുറയിൽ വന്നു കയറുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആകെ ഓതിയിരുന്നത് യാസീനാണ് എല്ലാ ദിവസവും. അതുപോലും ഇന്ന് കറക്റ്റ് അല്ല. മിക്ക ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത യാസീൻ സബാഹൻ വമസാഅ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ പതിവായി ഓതിയിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം പോലും മുടങ്ങിയിരുന്നില്ല. അതാണ് കാന എന്ന പദപ്രയോഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. ദവാമിനെ കുറിക്കും നിത്യമായി ചെയ്തിരുന്ന അമലാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. യാസീൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓതിയോ അത് ഹാസിലാകുമെന്നും നബിയുനാ റസൂലുള്ളാഹി. രോഗശമനത്തിന് വേണ്ടി ഓതാം, പാപമോചനത്തിന് വേണ്ടി ഓതാം, മക്കളെ സാലിഹീങ്ങളാകാൻ ഓതാം, റിസ്ക് വിശാലമാകാൻ ഓതാം. ഭർത്താവ് പ്രവാസ ലോകത്ത് കഷ്ടയാതനകൾ അനുഭവിച്ചുകൊണ്ട് വർഷങ്ങളായി തനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടിക്കൊണ്ട് നിലകൊള്ളുന്ന ഭർത്താവാണ്. അദ്ദേഹത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ജോലിയിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പെങ്ങളെ, നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതണ്ട സൂറത്താണ് യാസീൻ. യാസീൻ എന്ന സൂറത്തിൽ ലിമാ ഖുരിഅ ലഹു, എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഓതിയാലും അത് ഹാസിലാകുമേ എന്ന് പറഞ്ഞത് ഹബീബുനാ റസൂലുള്ളാഹി. യാസീൻ നമ്മളത് വിട്ടുകളഞ്ഞു. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ.
എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ സൂറത്തെന്ന് നബിയോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ ലം യജിദുഹു ഫഖത്തുൻ അബദാ. എല്ലാ രാത്രിയിലും മുടങ്ങാതെ സൂറത്തുൽ വാഖിയ ഏതൊരു സത്യവിശ്വാസി പാരായണം ചെയ്യുന്നു, ദാരിദ്ര്യം അവന് ഉണ്ടാവുകയില്ല എന്ന് നബിയോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസാൻ ലം യജിദുഹു ഫഖത്തുൻ അബദാ. ഒരിക്കലും അതാണ് അതിന്റെ അർത്ഥം. ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തോദനം? എല്ലാ ദിവസവും എന്തോദനം? സൂറത്തുൽ വാഖിയ ഓതണം. ഇതൊക്കെ വെറുതെ പഠിപ്പിച്ചതല്ല, ഇതൊക്കെ മാതാപിതാക്കൾ ചെയ്യണം. അപ്പോഴാണത് മക്കള് കണ്ടിട്ട് ചെയ്യുക. നമ്മൾ ഇതൊക്കെ അറിയാം, ഈ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. യാസീന്റെ മഹത്തറിയാം, വാഖിയയുടെ മഹത്തറിയാം, സൂറത്തുൽ മുൽക്കിന്റെ മഹത്തറിയാം, പക്ഷെ ഓതുന്നില്ല. അതാണ് വിഷയം. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്താൽ വലിയ പുണ്യമാണെന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നാ പറയാം. എന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എല്ലാത്തിനും സമയം ഉണ്ടാവും. തിരക്കിട്ട യാത്രയാണ്, വണ്ടി ആക്സിഡന്റ് ആയി, നല്ല തിരക്കാ. ഇപ്പൊ നേരെ പോയി എയർപോർട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അവിടെ എത്തി, ഫ്ലൈറ്റ് എത്തി, നേരെ അവന്റെ ജോലി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ വിസയുടെ പ്രശ്നം വരും, ഒക്കെ ഉണ്ടാകും. പക്ഷെ ആക്സിഡന്റ് ഉണ്ടായി 2 മാസം ആചാര്യ ഇവിടെ കിടക്കേണ്ടി വന്നു, ഒരു പ്രശ്നമില്ല, എല്ലാ തിരക്കും കഴിഞ്ഞു. എടാ, ഇതുപോലൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞിട്ടല്ല പിന്നീട് സങ്കടപ്പെടേണ്ടത്. അതിനു മുമ്പ് തന്നെ സമയം കണ്ടെത്തണം. എല്ലാത്തിനും സമയം കണ്ടെത്തണം. എല്ലാത്തിനും സമയമുണ്ട്. നമ്മൾ നിയത്ത് വെച്ചാൽ റെഡിയാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അതിനു വേണ്ടി തയ്യാറാകണം. ഖുർആൻ ഓതാൻ തയ്യാറാകണം, ദിക്ർ ചൊല്ലാൻ തയ്യാറാകണം. വീട്ടിലൊക്കെ ബറക്കത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. ബറക്കത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ. നബി തങ്ങൾ പറയുന്നു, അൽ ബൈത്തുല്ലദി യഖറഉ ഫീഹിൽ ഖുർആൻ യക്സുറു ഖൈറുഹു വയത്തസിഉ അലാ അഹ്ലിഹി ശഫീഉനാ റസൂലുള്ളാഹി. ഒരു വീട്ടിൽ നിത്യമായ ഖുർആൻ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്ത് അധികരിക്കും. ഞാനല്ല പറഞ്ഞത്, ഹബീബ് മുഹമ്മദ് മുസ്തഫ. വയത്തസിഉ അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് ആ വീട് തന്നെ അവർക്കുള്ളതാകുന്ന സംഭവങ്ങളും വിഷയങ്ങളും ഒക്കെ തന്നെ വിശാലതയാകുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാത്തിനും വിശാലത ഉണ്ടാകും. മക്കളിൽ വിശാലത ഉണ്ടാകും, ഭക്ഷണത്തിന് വിശാലത ഉണ്ടാകും. അവൻ അള്ളാഹു നൽകിയിരിക്കുന്ന വാഹനത്തിനും കുടുംബത്തിനും എല്ലാത്തിനും അവന് മതിയാകുന്നതായി തോന്നും ആ ഖുർആനോത്തിലൂടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 8 മുഴം നീളം 10 മുഴം വീതിയുള്ളതാകുന്ന ചെറിയ ഒരു വീടായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലെ എല്ലാ കാര്യവും നടന്നിരുന്നത്. കിടപ്പുമുറി അതിലാണ്, അടുക്കള അതിലാണ്, എല്ലാ സംഭവവും അതിലാണ്. പക്ഷെ അവർക്ക് വിശാലതയുണ്ട് ആ വീട്ടിൽ, ഒരു പ്രശ്നമില്ല. 8 മുഴം നീളം 10 മുഴം വീതി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജേ ഉള്ളൂ. ഈ സ്റ്റേജിന്റെ വലിപ്പം ഈ പറയുന്നത് അത്ര തന്നെ ഇല്ല. ഇത് മതിക്കോട്ടെ, മുസാഫ് പിടിച്ചോണ്ട് ഈ മുസാഫ് ഏതോ മൂലയ്ക്ക് കൊണ്ട് വെക്കുന്നതല്ല. ഇതൊന്നും ഓതണ്ടേ? ഒരു അൽബക്കറ സൂറത്തെങ്കിലും ഓതണ്ടേ? പലപ്പോഴെങ്കിലും മാസത്തിലെങ്കിലും അൽബക്കറ ഓതിയാൽ പിശാച് ഒഴിഞ്ഞു പോകും, ഉറപ്പാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ ശ്മശാനമാക്കരുതേ, ഖബർ പോലെ മൂകമാകുന്ന അന്തരീക്ഷമാക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്നൽ ബൈത്തല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് കടക്കൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ പിശാചികന്റെ ഉപദ്രവം ഉണ്ടാവൂല. നമ്മൾ കാണുന്നില്ല, ഏർവാടിയിലും എന്ന് വേണ്ട ഭീമാപ്പള്ളിയിലും എത്രയെത്ര സ്ഥലങ്ങളിൽ വലിയതാകുന്ന പൈശാചിക ഉപദ്രവങ്ങളുള്ള ആളുകളെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടതായ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹുർക്ക് പരിപൂർണ ശമനം നൽകട്ടെ. അവരുടെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ, മാസങ്ങളായി വർഷങ്ങളായിട്ട് മക്കൾക്കുണ്ടാകുന്ന ഈ പൈശാചികത ഒഴിവാക്കാൻ എത്ര മാസങ്ങളായിട്ട് അവർ നടക്കാൻ.
ഈ പൈശാചികത നിന്റെ ജീവിതത്തിൽ, നിന്റെ വീട്ടിൽ ഒരാൾക്കും ഉണ്ടാവൂല. നിന്റെ വീട്ടിലും അത്തരത്തിലുള്ളതാകുന്ന ശർറ് വരൂല. അൽ ബൈത്തുല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാനുൻ ശഫീഉനാ റസൂലുള്ളാഹി. സൂറത്തുൽ ബഖറ ഓതി ആ വീട്ടിൽ പിശാച് കിടക്കൂല. അപ്പോൾ ഒരു വീട് കുടിയിരിക്കുമ്പോൾ ഒരു 30 ആൾ ഒരുമിച്ച് ചേർന്നിട്ട് ഓരോ ജുസു വീതം വെച്ച് നല്ല റാഹത്തായിട്ടൊരു ഖത്മങ്ങ് ഓതണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഖത്ത് ഓതണം രാവിലെ തന്നെ റാഹത്തായിട്ട്. അതിനൊന്നും കാശില്ലെങ്കിൽ പിന്നെ എന്തിനാ ആചരിക്കുന്നത്? അത് ഓദിക്കുക, നല്ല റാഹത്തുള്ള നല്ല രീതി ഓദിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഉസ്താദെ മൗലൂദ് വേണ്ടേ? മൗലൂദ് വേണം. മൗലൂദ് ഓതേണ്ട സ്ഥലത്ത് മൗലൂദ് ഓതണം. മൗലൂദ് ഓദിക്കുക, മൗലൂദ് എടുത്ത് കളയാനുള്ളതല്ല. മൗലൂദ് ഓതിയാൽ എല്ലാ ഷർറുകളും ഒഴിയും. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ വീട്ടിൽ ആലപിച്ചാൽ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ്, സംരക്ഷണമാണ്. ഇത് ബഹുമാനപ്പെട്ടതാകുന്ന മർഹൂം ശൈഖുന തലവാ ഉസ്താദിന്റെ വരികളാണ്. അവിടുന്ന് മാത്രമല്ല ഇത് ലോകരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് ശമായിൽ വ്യക്തമായി പഠിപ്പിച്ച ആശയമാണ്. ബഹുമാനപ്പെട്ട പ്രവാചകരുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഗദ്യപദ്യ രൂപത്തിലുള്ളതാകുന്ന മൗലിദിന്റെ പ്രകീർത്തനങ്ങൾ ഒരു വീട്ടിൽ ആലപിച്ചിട്ടുണ്ടോ? കള്ളന്റെ ശല്യം അല്ലാഹു പരിപൂർണമായി ഒഴിവാക്കുകയാണ്. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമേ. പരിപൂർണമായ സംരക്ഷണം അവർക്കും അവരുടെ കുടുംബത്തിനും അല്ലാഹു നൽകുമേ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് ഓതുന്നതിൽ എതിർപ്പില്ല, അത് ഓതണം, അത് ചെയ്യൽ നല്ലതാണ്, ഏറ്റവും നല്ല പുണ്യകർമ്മമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആനും വേണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൽബൂറത്തങ്ങോട് ഓതണം, പിശാചിനെ തുരത്താൻ അതിനേക്കാൾ നല്ല മരുന്നില്ല. വൽ ബൈത്തുല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാൻ. പിശാച് കടക്കൂല. ഹബീബ് റസൂലുള്ളാഹി സാധാ അന്നൊന്നും ഓതാൻ പറ്റില്ല, എന്നാ ഓദിക്കും അടുത്ത ദിവസം തന്നെ. അതിനാണ് എപ്പോഴും ഇങ്ങനെ ഖത്മ് ഓതണമെന്ന് പറഞ്ഞത്. ഖുർആൻ ഇങ്ങനെ ഖത്മ് ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലെന്തുണ്ട്? അൽ ബഖറ സൂറത്തുണ്ട്. ഖുർആൻ എപ്പോഴും ഓതി ലാസ്റ്റ് ആയത്ത് സൂറത്തു നാസ് ഓതിയിട്ട് അങ്ങനെ നിർത്താൻ പാടില്ല എന്നാണ്. വീണ്ടും എന്ത് ഓതി തുടങ്ങണം? ഫാത്തിഹ ഓതി അൽ ബഖറ ഓതി അൽ ബഖറയുടെ ഒരു 5 ആയത്തെങ്കിലും ഓതി വെക്കണമെന്ന്. അങ്ങനെയാണ് എപ്പോഴും ഖത്ബ് തീർക്കുമ്പോൾ. അല്ലാതെ ആ ഓതി തീർന്നല്ല റാഹത്ത്. ഇനിയിപ്പോൾ അടുത്ത വർഷം കാണാം. അസ്സലാമു അലൈക്കും. 27 തങ്ങൾ തന്നെ പ്രിയപ്പെട്ട അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? ഹബീബേ ഹബീബേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, അൽ ഹാലു വൽ മുർതഹീൽ, ഹാലും മുർതഹീലുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അല്ലാഹുവിനേതാണ്? നബി തങ്ങൾ പറഞ്ഞു അൽ ഹാലു വൽ മുർതഹീലു. സഹാബത്തിന് മനസ്സിലായില്ല എന്താണ് ഹാല്. നമ്മൾ ഹാൽ എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുക, അതൊരു ഹാലായിട്ട് മനസ്സിലാകും. ഇതാണ് നമ്മുടെ ഹാല്. ഏതാണ് ഈ ഹാല്?
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഖതമ ഖത്മത ഇസ്തഗ്നഫ ഖത്മതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവണതയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതുക. ഒരു വട്ടം കൊണ്ട് മക്കൾ ഖുർആൻ എടുക്കും ഓട്ടോമാറ്റിക്കാണ്. മുൻഗാമികളാകുന്ന അംബിയാ മുർസലീങ്ങളിൽ 313 പേരെ 1,24,000 നിന്ന് റസൂലുകളായി കടന്നു വന്നിട്ടുള്ളൂ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, റസൂലും നബിയും രണ്ടും രണ്ടാണ്. 1,24,000 നിന്ന് 313 പേർ മാത്രമാണ് ഇസ്ലാമിക ദഅവത്തുമായി പ്രബോധന വീതിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നല്ല ജീവിതം കാഴ്ചവെച്ച് ജീവിച്ചവരാ. അവരാരും ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കാൻ പോയിട്ടില്ല. അവ ഏറ്റവും കൂടുതൽ ആളുകൾ നബിയായിട്ടാണോ അതല്ല റസൂലായിട്ടാണോ ഉള്ളത്? അമ്പിയാക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. റസൂലായിട്ട് എത്ര പേരുള്ളൂ? 1,24,000 നിന്ന് എത്ര പേരാ? 313 പേർ. ദീനി ദഅവത്തുമായി ഇറങ്ങിത്തിരിച്ചത് വെറും 313 പേർ മാത്രമാണ്. അതിൽപ്പെട്ടവരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി നബിയുമാണ്, റസൂലുമാണ്. അപ്പൊ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ ജനങ്ങളിൽ കാണിച്ച് ജീവിച്ചു. അവരെ കണ്ട് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വന്നു. നമ്മളെ കണ്ടിട്ട് എത്ര പേർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഉള്ള ഈമാൻ തെറ്റിയപ്പോ നിൽക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആര്യാരുടെ ജീവിതം കണ്ടിട്ട് മനസ്സിലായി ഏകദേശം പടച്ചവൻ ഈ കോലത്തിലാണെങ്കിൽ മുസ്ലിമായി ജീവിക്കേണ്ടെന്ന്. ആ കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതുപോലെയാണ് സ്വഭാവം. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് മാഷാ അല്ലാ, ആ ഹാജിയാർ എത്ര നല്ല സ്വഭാവമാണ്, നല്ല സ്വാലിഹായ മനുഷ്യനാണ്. ഈ അടുത്ത് കണ്ടില്ലേ മലപ്പുറം ജില്ല വലിയ വിവാദത്തിലേക്ക് നയിച്ചപ്പോൾ ആ മലപ്പുറം ജില്ലക്കാരെ കുറിച്ച് അമുസ്ലിമീങ്ങളായ ആളുകൾ വരെ പരസ്യമായിട്ട് പറയാണ് സോഷ്യൽ മീഡിയയിലടക്കം, ജീവിക്കുകയാണെങ്കിൽ മലപ്പുറംകാരനായിട്ട് ജീവിക്കണോ. കാരണം എന്തുകൊണ്ട്? മലപ്പുറം ജില്ലയില് അത്ര നല്ല സ്വാലിഹീങ്ങളായ ആളുകളാണ്, സ്വഭാവം പക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ വസിക്കുന്നതാകുന്ന മലപ്പുറം ജില്ലയെ നമ്പർ 1 സ്ഥാനത്തേക്ക് എടുത്തുയർത്തിയത് നമ്മളല്ല. സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും അമുസ്ലിമീങ്ങളും ക്രൈസ്തവരും ഹൈന്ദവരും മതമില്ലാത്തവരും അടക്കം അവിടെ നല്ല സ്വഭാവികളാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ പ്രത്യേകമായി ഉയർത്തിക്കാട്ടി. എന്നാൽ ഒരു വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ആ രാജ്യത്തുകൂടി പോയാൽ, ആ ഭാഗത്തുകൂടി പോയാൽ റമദാൻ മാസത്തിൽ വെള്ളം കിട്ടാതെ ചാവും എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെ വാക്കും കൂട്ടുന്ന വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഇതിനെതിരെ ആളുകൾ തന്നെ ശബ്ദിച്ചത്. മുസ്ലിമീങ്ങളടക്കം പറഞ്ഞു, അല്ല, ആ നാട് ഏറ്റവും നല്ല സ്നേഹമുള്ള നാടാണ്, ആ നാട്ടിൽ ചെന്നാലേ വെള്ളം കിട്ടി മരിക്കുകയുള്ളൂ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? സ്വഭാവം കണ്ടിട്ടാണ്. ഇതേപോലെ നമ്മുടെ സ്വഭാവം നന്നാക്കി എടുക്കണം. അള്ളാഹു തൗഫീഖ് നന്നാക്കുമാറാവട്ടെ. അതിന് നമ്മൾ ദീൻ മുറുകെ പിടിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നാളെ തന്നെ പ്രത്യേകിച്ച് അതിനുവേണ്ടി വേറെ കോഴ്സിലൊന്നും ചേരണ്ട. ദീൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ മതി. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ വൈര്യമോ വെച്ച് പുലർത്തൂല. എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും വെച്ച് പുലർത്തി ജീവിക്കുന്നവനാണ്. എല്ലാവരോടും ഇഷ്ടം, എല്ലാവരോടും സ്നേഹം, ഒരാളോടും വെറുപ്പില്ല. മുസ്ലിമിനോടൊന്നില്ല, മുസ്ലിമിനോടൊന്നില്ല, എല്ലാവരോടും സ്നേഹസമസ്രണമാകുന്ന പെരുമാറ്റം വെച്ച് പുലർത്തിയവൻ. അവൻ മുഖേന മറ്റൊരാൾക്ക് വേദന ഉണ്ടാവുകയില്ല. അതാണ് മുസ്ലിമിന്റെ ഐഡന്റിറ്റി. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ നിന്നും മരിച്ചു കാണാൻ വേണ്ടി കൊതിക്കുന്നതായ നാട്ടുകാരുണ്ടാകും, അയൽവാസികളുണ്ടാവും, ബന്ധുക്കളുണ്ടാകും, സമൂഹമുണ്ടാവും. അവനൊന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ മരിച്ചാൽ 10 പേര് നമ്മളെ ഓർത്തുകൊണ്ട് പടച്ചറബ് അയാൾ മരണപ്പെട്ടു പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടുമോ? എത്ര പേരുണ്ടാകും? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 10 പേര് നന്മ പറയുമോ? ഇന്ന് മരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പല ആളുകൾ നിങ്ങളുടെ പൈസ കണ്ട് കൂടിയവരുണ്ടാവും. അവർ ചിലപ്പോൾ പറയുള്ളൂ ഹാജിയാർ പോയോണ്ട് ഇപ്പോൾ ആ പഴയ കൈമടക്കൊക്കെ പോയി, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയും. അതല്ലാതെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പടച്ചറബേ സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ് വേദനിക്കുന്നവർ എത്ര പേരുണ്ടാവും? അതല്ല, മരിച്ചു കഴിയുമ്പോഴത്തേക്കും പടച്ചറബേ അയാൾ മരിച്ചത് നന്നായല്ലോ എന്ന് പറയുന്ന ആളുകളാണോ കൂടുതലുണ്ടാവുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ മനസ്സ് തന്നെ പറയും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നന്നായി പോയി എന്ന് പറയുന്ന കൗമാണ് ഇപ്പോഴത്തെ ഏകദേശം ഉള്ളത്. ഉസ്താദ്
അപ്പം നമുക്ക് എവിടെയൊക്കെയോ പ്രശ്നമുണ്ട്. നമ്മളൊന്ന് റെഡിയായാൽ ഇതൊക്കെ മാറും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ റെഡിയായെങ്കിലേ മക്കളും റെഡിയാവുള്ളൂ. അതിനാണ് ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത്. നമ്മൾ നിസ്കാരം വേണം. പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരണം വാപ്പ. ഈ വെക്കേഷൻ സമയത്ത് എത്ര പേര് മകനെയും കൂട്ടി പള്ളിയിലേക്ക് വന്നവരുണ്ട്. ഉമ്മ മകളെ കൊണ്ട് നിസ്കരിപ്പിക്കണം. വാ മോളെ, നീ വന്നിട്ടേ മുസല്ല ഇരിക്കുന്നുള്ളൂ, വേമ്പ ഒതു എടുത്തുകൊണ്ട് മകളുമായിട്ട് വന്ന് അവളുമായിട്ട് ഒരുമിച്ച് നിസ്കരിക്കുക. അപ്പോൾ ആ നിസ്കാരത്തിലുള്ള അപാകതകളൊക്കെ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മോളെ ഇങ്ങനെയല്ല കൈവെക്കേണ്ടത്, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ഉമ്മ എപ്പോഴെങ്കിലും പറയാം നീ പോയി നിസ്കരിച്ചു, വാപ്പയാണെങ്കിലോ ഡാ വള്ളി പൊയ്ക്കോ എന്ന് പറയാൻ. ഇങ്ങനെ പറഞ്ഞ് വിട്ടിട്ട് കാര്യമില്ല, കൂടെ നിർത്തി കൈകാര്യം ചെയ്യിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം, തുടക്കമേ ശ്രദ്ധിക്കണം. കുട്ടികളിൽ പൈശാചികത ഇല്ലാതാക്കാൻ ആദ്യമേ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണല്ലോ ദീനിയായ മതബോധമുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയാൻ തന്നെ കാരണം. പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കുമ്പോൾ ചെറുപ്പക്കാരനായ ആളുകൾ അവൻ കഞ്ചാവും ലഹരിയൊന്നും ഇല്ലാത്ത നല്ല സ്വാലിഹായ മനുഷ്യനാകണോ അല്ലയോ എന്നുള്ളത് പരിശോധന നടത്തണം. അല്ലാതെ ഒരു വിഭാഗം മാത്രം പോരാ. വരൻ വധുവിനെ തേടുമ്പോഴും വധു വരനെ തേടുന്ന സമയത്തും രണ്ടുപേരും മതബോധമുള്ളവരെ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അതിലൂടെ ജനിക്കുന്ന സന്താനങ്ങൾ സ്വാലിഹീങ്ങളായി തീരുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇതൊരു തലമുറയെ സൃഷ്ടിക്കപ്പെടാൻ പോവാൻ. വാപ്പ ഉമ്മയിലൂടെ ഇനി ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടാൻ. ആ തലമുറകൾ മുഴുവനും സാലിഹീങ്ങളാകണമെങ്കിൽ ഈ മാതാപിതാക്കൾ സാലിഹീങ്ങളായിരിക്കണം. നിസ്സാര വിഷയമല്ല. അതുകൊണ്ടാണല്ലോ ഒരു വിവാഹം കഴിഞ്ഞിട്ട് പെണ്ണിനെ ആദ്യം കാണുമ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണിന്റെ മൂർധാവിലേക്ക് തലയിലേക്ക് വരൻ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. അല്ലാഹു ഇവളിലുള്ള എല്ലാ ഖൈറിനെയും, ഇവളെ ഏതെല്ലാം പ്രകൃതത്തിന്മേലാണോ നീ പടച്ചത്, ആ പ്രകൃതത്തിലുള്ള എന്തെല്ലാം ഖൈറുകളുണ്ടോ അതിന് നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇവൾക്ക് എന്തെല്ലാം ഷർറുകളുണ്ടോ അതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് ഭാര്യയുടെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് ആദ്യമായി ദുആ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പെണ്ണിനെ കാണുമ്പോൾ ആദ്യം അതാ ചെയ്യേണ്ടത്, അല്ലാതെ ആദ്യം ലിപ് ലോക്ക് അല്ല. ഇപ്പം അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അസ്ഥിര കണ്ടു കഴിഞ്ഞാൽ ഉണ്ട് ലിപ് ലോക്ക്. ചുണ്ട് കോർത്ത് ഒരു ഫോട്ടോ എടുക്കട്ടെ, ഉണ്ട് ആദ്യം ഒരു കാര്യമായിട്ട് ചുണ്ട് കൊടുക്കുക. അത് ചുണ്ടൊക്കെ നേരത്തെ കൊടുത്ത് സേവ് ദ ഡേറ്റിലാണ് ബേക്കൽ ഫോർട്ടിൽ പോയിട്ട് രണ്ടുപേരും ചുണ്ടും കൊടുത്തോണ്ട് ഇണക്കുരുവികളെ പോലെ നിൽക്കാൻ പോവാൻ. 1 വർഷം കഴിഞ്ഞാൽ കല്യാണം, ഇപ്പോഴേ ചുണ്ട് കോർത്ത് കഴിഞ്ഞ്. നീ കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ പ്രശ്നം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. എന്തൊക്കെ പരിപാടിയാണ്. കല്യാണത്തിന് ആകുമ്പോൾ പറയുന്നില്ല, പറഞ്ഞാൽ വേറെ വിഷയത്തിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ അടുത്തൊരുത്തം കണ്ട് മുട്ടായി കൊടുക്കുന്നത് ഒരു മണവാളൻ എന്ന് പറഞ്ഞു, കണ്ടില്ലായിരുന്നു? ഇനിയിപ്പോൾ അവൻ്റെ പരിപാടി നമ്മളെ ഏറ്റെടുക്കും. കാസർഗോഡുകാരെ ഇനി അത് കൊണ്ടുവരിക. ട്രെൻഡ് എന്തൊക്കെയുണ്ടോ അത് ഇവിടുന്ന് തുടങ്ങുക. ഇവിടുന്ന് അങ്ങോട്ട് തെക്കോട്ട് അലയടിക്കാൻ. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല, അവിടുന്ന് ഇങ്ങോട്ട് വന്നു. സാധാരണ നമ്മളിവിടെ ഒരു പാൻസ് ഇവിടെ നടുക കീറിയാൽ അപ്പുറത്തുനിന്ന് അങ്ങനെ കറങ്ങി അങ്ങെത്തുമ്പോഴത്തേക്കും ഒന്നും ഇല്ലാതാവും. തെക്കോട്ടെത്തുമ്പോൾ തുണി ഇല്ലാതായിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു കീറിലിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങനെ പോന്നു വന്ന് വെട്ടും കുത്ത് റാത്തി ബായി ഫുള്ള് കീറി അങ്ങേയത്ത് തിരുവനന്തപുരം എത്തുമ്പോൾ ഫുള്ള് തുണിയില്ല. അങ്ങനെയാണ് സാധാരണ. പ്രാവശ്യം കണ്ടില്ലേ, 4 ലക്ഷം രൂപയുടെ മിഠായിയാണ് ക്രെയിനിനകത്ത് കൊണ്ടുവന്ന് പെണ്ണിൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കുക. ക്രെയിനിനകത്ത് കൊണ്ടുവരും, ക്രെയിനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുക. 4 ലക്ഷം രൂപയുടെ മിഠായി പരിപാടി ആരോ ഒരാൾ തുടങ്ങി വെച്ചാണ്. ഒരു കിക്കാറ്റ് ഇങ്ങനെ കൊടുത്തതാ. അവസാനം ഇതിപ്പെടുത്തി 4 ലക്ഷത്തിൻ്റെ ക്രെയിനകത്ത് കൊണ്ടുവന്ന് പെണ്ണിൻ്റെ തലയിലോട്ട് ഇറക്കി കൊടുക്കുക. വിഷമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതിനി അത് തന്നെ ട്രെൻഡായിരിക്കും. ഇനി അത് പല ഭേദങ്ങൾ കാണിക്കും. എല്ലാം നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണല്ലോ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം
തന്നെയായി കണക്കാക്കാം. 45 വർഷങ്ങൾക്ക് മുമ്പ് മർഹൂം ശൈഖുന തഴവാ ഉസ്താദ് എഴുതി ക്രോഡീകരിച്ചതാകുന്ന മവാഹിബുൽ ജലിയയിലൂടെ ശൈഖുന അവറുകൾ പറഞ്ഞു വെച്ചത് ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര ശരിയാണ്. പണമുള്ളതാകുന്ന വിശ്വാസികൾക്കിടയിൽ വരെ അവന്റെ സമ്പത്തിൻ്റെതാകുന്ന വലിപ്പം കാണിക്കാം. സ്വന്തം മകളുടെ വിവാഹം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതായ രക്ഷിതാക്കളല്ലേ പ്രവാസ ലോകത്ത് കഴിഞ്ഞുകൂടിയതാകുന്ന വർഷങ്ങളോളം സമ്പാദിച്ചതാകുന്ന സർവ്വസമ്പാദ്യവും നാട്ടിലുള്ളവരുടെ പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പ് മാറ്റാനല്ല അത് ഉപകരിക്കുന്നത്. സ്വന്തം മകളുടെ കല്യാണം വരുമ്പോ നാട്ടുകാർക്ക് മുന്നിൽ വലിയ കങ്കേങ്ങമായി 10 ദിവസത്തിനാകുന്ന കല്യാണം നടത്തുകയാണ്. പച്ച കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം എന്നിങ്ങനെ പറഞ്ഞ് പല നിറങ്ങളുടെ വർണ്ണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളോടെ ബൊഫേ സംസ്കാരങ്ങൾ കൊണ്ടുവന്ന് ആഭാസങ്ങൾ കാണിക്കുന്ന സമുദായമായി ഈ തലമുറ മാറിയില്ലേ. എത്ര വലിയ ധൂർത്താണ്, ദുർവയമാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പൈസ ഉള്ളവരെങ്ങനെ കാണിക്കുന്ന പേക്കൂത്തുകൾ ഇത് കണ്ടിട്ട് ഇന്നിപ്പോ ലോൺ എടുത്തിട്ടും പാവപ്പെട്ടവരും കാണിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ ആഭാസങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ വലിയ ഹിസാബിടും. ദുനിയാവിൽ അള്ളാഹു വലിയതാകുന്ന വിപത്തും തരും. ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വമൻ ബദറ അഫ്ഖറഹുല്ലാഹ്, ഈ ദുനിയാവിൽ വല്ലാതെ ദൂർത്തും ദുർവയം നടത്തിയവനെ അള്ളാഹു അങ്ങേയറ്റം അഫ്ഖറഹുല്ലാഹ്, ഏറ്റവും വലിയ ദരിദ്രനാക്കി മാറ്റും. സയ്യിദുനാ റസൂലുള്ളാഹി ഉറപ്പാണത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒന്നില്ലെങ്കിൽ ദുനിയാവ് കൊണ്ട് ദരിദ്രൻ, അല്ലെങ്കിൽ ആഖിറം കൊണ്ട് ദരിദ്രൻ, രണ്ടാലൊന്നും അള്ളാഹു തരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ദൂർത്തും ദുർവയവും മുസ്ലിമിന് ചേർന്നതല്ല. അതൊക്കെ ഒഴിവാക്കിക്കോ. അനാമത്ത് ചെലവുകൾ, ആവശ്യമില്ലാത്ത പരിപാടികൾ ഒക്കെ ഒഴിവാക്കും. അതിനൊന്നും നമ്മൾ കൂടുതൽ വാഴ്ന്നു പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഇന്നും ബുദ്ധി ഉദിക്കാത്ത ആളുകൾ നമ്മുടെ മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ അവനും അള്ളാഹുമായിട്ടായിക്കോട്ടെ. എത്ര വാഴ്ന്നു പറഞ്ഞിട്ടും കേൾക്കാത്ത ആളുകളുണ്ട്. നിസാരവൽക്കരിക്കുന്നവർ, ആലിമീങ്ങളുടെ, ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ, മുദരിസന്മാരുടെ, ഇമാമീങ്ങളുടെ വാഴ്ന്നുകളെയൊക്കെ നിഷ്ഫലമാക്കി നിസാരവൽക്കരിക്കുന്നവന് നാളെ ആഖിറത്തിൽ അവരുമായി അള്ളാഹുമായിട്ട് ഹിസാബ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇനി കൂടുതൽ അതിലേക്ക് പറയുന്നില്ല. അതൊക്കെ പറഞ്ഞു ഇഷ്ടംപോലെ പറഞ്ഞതാണ്. പല രീതിക്കും കാണിക്കുന്ന ആഭാസങ്ങൾ വീണ്ടും അത് കുറയുന്നില്ല, കൂട്ടിക്കൂടിക്കൊണ്ടുവരികയാണ്. മുനിയന്മാര് വരട്ടെ, വിഷയമൊന്നുമില്ല, നമ്മളിത് ഏത് 6-ാം നൂറ്റാണ്ടിലല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും ഇത് തന്നെ കാണിച്ചു കൂട്ടുന്നവർ അവരും അള്ളാഹു മുളക്കാക്കട്ടെ. പറയാന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് പറയുന്നു, ഉൾക്കൊണ്ടില്ലെങ്കിൽ അദാബാണ്. അള്ളാഹു നമ്മളെ കാക്ക് സംരക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ദീനിയായ പെണ്ണായിരിക്കണം, ദീനിയായ പുരുഷനായിരിക്കണം. അവരുണ്ടാകുന്ന കുട്ടി സ്വാലിഹീങ്ങളാകണമെങ്കിൽ ആ പെണ്ണിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് തുടക്കത്തിന് ദുആ ചെയ്യണം. നീ നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ ഇദാ അറത്ത ഇലാ അഹ്ലിക ഫഖുൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ജന്നിബിശ് ശൈത്വാൻ വജന്നിബിനശ് ശൈത്വാന ഫീമാ റസഖതനാ. ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹുവേ, പിശാചിനെ നീ ഒഴിവാക്കി തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് വേണം കിടപ്പറയിലേക്ക് പോകാൻ. സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതൊക്കെ നിസാരവൽക്കരിച്ചവർ ഇന്നും ഈ ഉമ്മത്തിൽ വിരൽ കടിക്കുന്നവരുണ്ട്. മക്കളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. കാരണം പൈശാചികത ഒഴിവാക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറഅതിഹി വലം യുസമ്മില്ലാഹ തആല ഇൻതവ ശൈത്വാനു ഇഹ്ലീലഹു ഫയുജാമിഉ മഅഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരാൾ അവൻ അഊദും ബിസ്മിയും ചൊല്ലാതെയാണ് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കും. ഹദീസാണ്, നബി തങ്ങൾ പറഞ്ഞതാണ്. പിശാച് ചുരുണ്ട് കിടക്കും. ഇഹ്ലീലഹു, പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത്. നീയാണ് അവളുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ പിശാചായിരിക്കും യഥാർത്ഥത്തിൽ ആ ബന്ധം സ്ഥാപിക്കുക. അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ നിനക്കുപകരിക്കില്ല. കുട്ടി പൈശാചികത ഉള്ളവനാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെല്ലണം? ഔദും ബിസ്മിയും. ഇതൊക്കെ തമാശയായിട്ട് നമ്മൾ കാണരുത്. ഏതെങ്കിലും പാശ്ചാത്യ 2 സിനിമയുടെ പോസ്റ്ററോ അതും ഇതൊക്കെ കണ്ടിട്ട് വലിഞ്ഞു കയറുന്നവരെ മനസ്സിലായിക്കോ, ആഖിറം നഷ്ടമാണ്. മക്കള് സാലിഹീങ്ങളായി തീരൂല. നിസ്സാര വിഷയമല്ല. പിശാചിന് കടക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഞാൻ മുമ്പ് ഇത് പ്രസംഗിച്ചപ്പോൾ കുറച്ചുപേർ ഇതെടുത്തിട്ട് ട്രോളി.
പിശാച് ചുരുണ്ട് കിടക്കുകയാണ് അവിടെ പോയിട്ട് ഇറങ്ങും കണ്ടില്ല. എടാ, അതിന് ഞങ്ങളുടെ മതത്തിൽ പറയുന്നത് ഇതൊക്കെയാണ്. പരിശുദ്ധ ഇസ്ലാം ഇത് നിരീശ്വരവാദികളും യുക്തിവാദികളും ഇതൊക്കെ എടുത്തിട്ട് വലിയ കോറലുണ്ട്. ഹദീസിലുണ്ട്, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന എല്ലാ തലത്തിലൂടെയും പിശാച് സഞ്ചരിക്കും. ഷഫീഉന റസൂലുള്ളാഹി യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബ വൽ ഖൻസീർ, നായയുടെയും പന്നിയുടെയും രൂപത്തിൽ വരെ പിശാച് രൂപമാറ്റം വരുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നാൽ മലക്കുകളോ യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖൻസീർ, നായും പന്നിയും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ രൂപത്തിലും മലക്കുകൾക്ക് രൂപം മാറാൻ പറ്റുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇശാഇന് ശേഷം തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ വെളിയിൽ. സംസ്കാരമൊക്കെ കഴിഞ്ഞു. രണ്ട് സഹാബികൾ ഇങ്ങനെ ഇരുട്ടത്തിങ്ങനെ പോകുമ്പോഴത്തേക്കും നബിതങ്ങൾ അവരിങ്ങോട്ട് നോക്കുകയും ചെയ്തു. നബിതങ്ങൾ അവരെ കൈയടിച്ച് ഇങ്ങനെ വിളിച്ചു, വരാൻ പാവും. അപ്പോൾ അവരിങ്ങനെ അടുത്ത് മാറി വന്നു. നബിതങ്ങൾ പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ് കേട്ടോ. എന്നിട്ട് ആ ഭാര്യയുടെ പേരും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ സഹാബികൾ പറഞ്ഞു, നഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞങ്ങൾ കാവലത്തോടുന്ന നബിയെ, തങ്ങൾ അങ്ങനെ ഞങ്ങൾ തെറ്റിദ്ധരിക്കോ? തങ്ങൾ മഅസൂമാണ്, നബിയാണ്, ഒരിക്കലും തങ്ങളെ ഞങ്ങൾ തെറ്റിദ്ധരിക്കൂല, തെറ്റിദ്ധരിച്ചിട്ടുമില്ല. സ്വഹാബികളാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന തലത്തിലൂടെയൊക്കെ പിശാച് സഞ്ചരിക്കും. നിങ്ങൾ അങ്ങോട്ടങ്ങോട്ട് പോയി ഒരു അല്പം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, മൂല്യാർ ഇശ കഴിഞ്ഞപ്പോൾ സൊള്ളക്കം ആരൊക്കെ ആയിട്ട് സൊള്ളുന്നുണ്ട് അവിടെ, ആരാണോ ഏത് പെണ്ണാണോ, കാരണം പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ, പെണ്ണാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ മനസ്സിലേക്ക് പിശാച് ഇട്ട് തരും. അതുകൊണ്ട് സംശയം ജനിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ട. അത് പാടെ ഒഴിവാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇതെന്റെ ഭാര്യ ഇന്നവളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിതങ്ങൾ പറഞ്ഞ വാക്യമാണെന്ത്, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന എല്ലാ തലത്തിലൂടെയും പിശാച് സഞ്ചരിക്കും. നിങ്ങളുടെ നാടി നരമ്പുകളിലൂടെ ഒക്കെ സഞ്ചരിക്കും. അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞ സ്ഥലത്ത് പോകൂലേ? ഉറപ്പായിട്ടും പോകും. ഹദീസാണ്, ഇതൊക്കെ വെറുതെ പറയല്ല. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ ഇത് പറയുന്നത്, കർശനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ജനനേന്ദ്രിയത്തിലേക്ക്, നമ്മുടേതാകുന്ന ദ്വാരങ്ങളിലേക്കുള്ളിലേക്കും തുറക്കപ്പെട്ട ദ്വാരങ്ങൾക്കുള്ളിലേക്കുമൊക്കെ പിശാച് എപ്പോഴും കടക്കും. അതുകൊണ്ടാണ് ഔറത്ത് വെളിവാകുന്ന സമയങ്ങളിലൊക്കെ പിശാചിനെ കാവൽ തേടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വാഷ്റൂമിലേക്ക് പോകണം, ടോയ്ലറ്റിലേക്ക് പോവാം, ഇടതുകാല് വെച്ചങ്ങോട്ട് കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി, ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവല് തേടുന്നു. കാവല് തേടാൻ പറഞ്ഞു. കാരണം എന്താ? വാഷ്റൂമിൽ പോയിട്ട് അല്പാൽപമായിട്ട് ഔറത്ത് ഒഴിവാക്കും. ഓ, പിശാച് നിന്നിലേക്ക് സ്വാധീനം ചെലുത്തരുത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാവല് തേടിക്കൊണ്ട് കയറണം. സയ്യിദുനാ റസൂലുള്ളാഹി ഇതേപോലെയാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞപ്പോൾ ഓക്കെ, പിന്നെ ഇവിടെ പറയുമ്പോൾ മാത്രം എന്താ നിനക്കൊരു വിഷമം? ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്ത് വേണം? ഔദും ബിസ്മി വേണം. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. മക്കളിൽ പിശാച് ബാധ ഏൽക്കാതിരിക്കാൻ ഗൗരിക്കേണ്ട വിഷയമാണ്. തീർന്നില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഹദീസുകളുടെ അടിസ്ഥാനം വെച്ചാണ് സംസാരിക്കുന്നത്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കണേ. ബാങ്ക് വിളിച്ചാൽ പിശാച് കീഴ്വായി വിട്ടുകൊണ്ട് ഓടുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ബാങ്ക് വിളിയുടെ നാദമെത്തുന്ന സ്ഥലത്ത് നിന്നൊക്കെ പിശാച് ഓടുമെന്നാണ്. കുട്ടിയിൽ നിന്ന് പൈശാചികത ഒഴിവാക്കാനാണ് ആ ബാങ്ക്. വലത്തേക്കാതിൽ ബാങ്കും ഇടത്തേക്കാതിൽ ഇഖാമത്തും കൊടുക്കലുണ്ടോ? കൊടുക്കലുണ്ട്. ഇത് തുടക്കം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. ഗർഭസ്ഥ ശിശുവായിട്ട് ഉമ്മാക്കും ആ ഒരു ബന്ധമുണ്ട് കുട്ടിയുമായിട്ട്. ആ ബന്ധം പൊക്കിൾക്കുടി ബന്ധം. അതുകൊണ്ട് തന്നെ ഉമ്മ എന്ത് ഓതിയാലും യാ അല്ലാഹ് കുട്ടിക്കങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഗർഭിണികളായ ആളുകൾ, സഹോദരിമാർ ശ്രദ്ധിക്കണമെന്ന് ഇപ്പൊ ഡോക്ടർമാരും പറയുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, അടിയുണ്ടാക്കുക, ഇതൊക്കെ ആരെ ബാധിക്കും? കുഞ്ഞ് വലുതാവുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ റൗഡിയാണ്. കാസർഗോഡിൽ അറിയപ്പെട്ട ഗുണ്ട ഇവനായി മാറും. അതുകൊണ്ട് എന്താ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന സമയത്ത് നല്ല ചിട്ടയായിരിക്കണം, നല്ല നിസ്കാരം. 9 മാസം 10 ദിവസമാണ് ഗർഭധാരണ വേള. ഒരു പെണ്ണിന് ജീവിതത്തിൽ ഇത്ര വലിയതാകുന്ന ഒരു സൂക്ഷ്മതയ്ക്ക് കിട്ടിയ ഒരു സമയമില്ല. കാരണം എന്താ? അവൾക്ക് എപ്പോഴും ശുദ്ധിയുടെ ഘട്ടമാണ്. സാധാരണ എല്ലാ മാസത്തിലും ഒരു 6 ദിവസമെങ്കിലും ചുരുങ്ങിയത് അശുദ്ധിയുടെ ഘട്ടം ഉണ്ടാവും, പീരീഡ്സിന്റെ സമയം. ഇതതില്ല, ഫുള്ള് ശുദ്ധിയാണ്. അവ ഖുർആൻ നല്ലതുപോലെ ഓതാൻ പറ്റുന്ന സമയം. ക്ഷീണമുണ്ടാകും, സ്വാഭാവികമാണ്.
ക്ഷീണമുണ്ടായിക്കോട്ടെ, അല്പം വിശ്രമിക്കട്ടെ. പക്ഷെ ആ എഴുന്നേൽക്കുന്ന സമയത്തെങ്കിലും ഒന്ന് ഒളൂ ചെയ്തിട്ട് റാഹത്തായിട്ട് ഒരു അല്പം ഖുർആൻ റാഹത്തായിട്ട് ഓതിക്കൂടെ? ഒരു 40 യാസീൻ നിയ്യത്ത് ചെയ്ത് ഓതിക്കൂടെ? വേണ്ട, ഖത്മ് ഒരെണ്ണമെങ്കിലും ചുരുങ്ങിയത് തീർത്തൂടെ? ഒരു ഖത്മ്, 9 ഖത്മ് വേണ്ട, ഓരോ മാസത്തിലും ഓരോന്ന് വെച്ച് വേണ്ട, ഒരെണ്ണമെങ്കിലും തീർത്തൂടെ? സുഗമമായി പറ്റും, സുഗമമായി പറ്റും. നമ്മൾ നിയ്യത്ത് വെച്ചാൽ നടക്കാത്തതൊന്നുമില്ല. നിയ്യത്ത് നല്ലതെങ്കിലും തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നിയ്യത്ത് വെച്ച് ഓതി അതൊക്കെ നടക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എൻ്റെ കുട്ടി, വയറ്റിൽ കിടക്കുന്ന കുട്ടി സ്വാലിഹാകണം, ആണാവട്ടെ പെണ്ണാകട്ടെ, സ്വാലിഹീങ്ങൾ ഉൾപ്പെടണമെന്ന് കരുതി നിയ്യത്ത് ചെയ്തുകൊണ്ട് നല്ല ഒരു ഖത്മ് അങ്ങ് പൂർത്തീകരിക്കുക. അല്പാൽപമായിട്ട് ഓതി ഓതി തീർക്കുക. അത് അടയാളം വെക്കുക മുടങ്ങാതെ. അത് ഉപ്പിൽ വെച്ചിട്ട് മറിക്കാൻ പാടില്ല പേപ്പർ. അതുപോലെ തന്നെ മുസാഫ് തന്നെ മടക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് അടയാളം വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നിർത്തണം. അതൊന്നും ഉള്ളൂല, അതൊന്നും മുസ്ലിമിന് ചേർന്നതേ അല്ല. മുസാഫ് എപ്പോഴും ഉയർത്തിപ്പിടിക്കണം, നെഞ്ചിനോടെ ഉയർത്തിപ്പിടിക്കണം. ഇല്ലെങ്കിൽ അതിന് പറ്റുന്ന നിലയ്ക്കുള്ള നല്ലൊരു സംഭവം പണിയണം. കണ്ടിട്ടില്ലേ അറബി, നമ്മൾ സൗദിയിലൊക്കെ പോകുമ്പോൾ പള്ളികളിൽ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ കണ്ടിട്ടിങ്ങ് പോന്നാൽ പോരാ, അതുപോലത്തെ നാട്ടിൽ തന്നെ ആശാരിയെ കൊണ്ട് പണിയിക്കണം. എന്നിട്ട് നല്ല റാഹത്തായിട്ട് ഇരുന്നെങ്കിൽ ഇരുന്ന് റാഹത്തായിട്ട് സൗകര്യം പോലെ പണിയിക്കും. എന്നിട്ട് നല്ല റാഹത്തായിട്ട് ഓതും. ഖുർആൻ ഓതി തീർക്കുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ദിക്ർ അധികരിപ്പിക്കുക. ആവശ്യമില്ലാത്തൊന്നും വേണ്ട, നല്ല ഖുർആനോത്തൊക്കെ കേൾക്കുക. അപ്പൊ കുട്ടിക്ക് അത് സ്വാധീനം ചെലുത്തും. ഈ കുട്ടി ഉറപ്പായിട്ടും ഹാഫിളാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ.